അങ്ങനെ നാട്ടിൽ വന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെറുക്കന്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് പോവാണ്. എന്റെ ബാഗ് അനന്തോണന്റെ വീട്ടിലിരിക്കുവായിരുന്നു. താരൂനെ കണ്ട് ടാറ്റയും പറഞ്ഞ് അത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവരെല്ലാം കൂടെ അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുന്നത്. എന്നോട് ചോദിച്ചു വരുന്നത് പിന്നെ എന്നാ പോയേക്കാന്ന് വരും. നമ്മുടെ പത്തനാപുരത്ത് നിന്നും കുന്നിക്കോട് പോകുന്ന വഴിക്ക് ആവണീശ്വരം പുളിമുക്ക് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലാണ് പോയത്. വളരെ പ്രശസ്തമായ ഒരു അമ്പലമാണ്. ആഴ്ചയിലെ ഒരു വെള്ളിയാഴ്ച ഇവിടെ വന്ന് നെയ്വിളക്കെടുത്താൽ, അതും മുടങ്ങാതെ 21 വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ ഇവിടെ വന്ന് നെയ്വിളക്കെടുത്താൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അവിടെ. രശ്മിക്ക് വിളക്കെടുക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അങ്ങനെ വിളക്കൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പം അന്നദാനമായിട്ട് നല്ല ചൂട് കഞ്ഞിയും പയറും കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതോടെ കുടിച്ചിട്ട് പോകാന്ന് കരുതി. അങ്ങനെ കഞ്ഞിയൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. താരൂനും കോരി കൊടുത്തു, ഞാനും കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും ഈ രാവിലെ ഇങ്ങനെ ഒരു ചൂട് കഞ്ഞിയും പയറും കുടിക്കുന്നു എന്ന് പറയുന്നത് പ്രത്യേക ഒരു ഫീലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക്. താരുമോളുടെ ഓരോരോ എക്സ്പ്രഷൻ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? വണ്ടി കയറിയ കുരുത്തക്കേടിന് അങ്ങേ അറ്റോ. അതുകൊണ്ട് കണ്ടില്ലേ തന്തയുടെ കയ്യിൽ തൂങ്ങി കിടക്കുന്നു. അങ്ങനെ പത്തനാപുരത്ത് വന്ന് 1-2 ആവശ്യമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ദാണ്ട് ഈ കുരങ്ങിന്റെ മോന്തോളം കൂട്ടി നേരെ നമ്മുടെ പത്തനാപുരം കൊയിലോൺ ബേക്കറി ഒരു വെള്ളം കുടിക്കാന്ന് കരുതി കയറി. എല്ലാവരും ഓരോ പപ്സും ഫ്രഷ് ലൈമും ഓർഡർ ചെയ്തു. ഞാനൊരു മാംഗോ ഷേക്കും പപ്സുമാണ് ഓർഡർ ചെയ്തത്. ദാണ്ട് ഇവളുടെ മോന്ത കണ്ടില്ലേ? പപ്സ് ഇവളെ തിന്നോന്ന് ഇവള് പപ്സിനെ തിന്നോന്ന് അറിയാൻ പറ്റാത്ത രീതിയിലാണ്. നല്ല ചൂടോടുള്ള ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ പപ്സ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ പപ്സും കഴിച്ച് മാംഗോ ഷേക്കും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ അവരെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കൊല്ലം വരെ പോവാണ്. ഒരു വണ്ടി നോക്കാൻ വേണ്ടി പോയതാണ്. അവിടെ എത്തിയപ്പോൾ ഏകദേശം 2:30 ആയതുകൊണ്ട് നല്ല വിശപ്പെടാണ്. അങ്ങനെ കൊട്ടിയത്തുള്ള ഉപ്പും മുളകും പഴങ്കഞ്ഞിക്കട കയറി ഓരോ പഴങ്കഞ്ഞിയും മീൻ വറുത്തതും അടിച്ചു. ഈ കടയെ പറ്റി കൊല്ലംകാരോട് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, കൊല്ലത്തുള്ള ഒരു ഫേമസ് പഴങ്കഞ്ഞിക്കടയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരെ കൊണ്ട് വീട്ടിലാക്കി ഞാൻ നേരെ കൊച്ചിക്ക് പോയി.